ഗൈസ്, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിൽ നമ്മുടെ ലീഡിംഗ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA മുകേഷ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് ആർക്കും ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത നമ്മുടെ ബാബുരാജ്, നമ്മുടെ നന്മമരം ജയസൂര്യ, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. സിദ്ദിഖ് ഒരു നന്മമരമാണ്. അങ്ങനെ നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുടെ പേരിൽ ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ മേലിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ, തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെട്ടാൽ മാത്രമേ എന്താവുള്ളൂ, കുറ്റക്കാരാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഓരോരുത്തരുടെയും പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. അതും ദിവസം ഓരോന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ഓരോ സെലിബ്രിറ്റീസിനെ കണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് വളരെ വ്യക്തമായ നിലപാട് മുന്നോട്ട് വെച്ചു, ടൊവിനോ മുന്നോട്ട് വെച്ചു, രഞ്ജി പണിക്കർ മുന്നോട്ട് വെച്ചു. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയും ദിവസമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലും മമ്മൂട്ടിയും ഇതിൽ ഒരു വ്യക്തമായ നിലപാടുകൾ പുറത്ത് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഇനി മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് ഇത്രത്തോളം ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ജനങ്ങൾ ഇത്രത്തോളം ശ്രദ്ധിക്കുന്ന വേറെ വാർത്തയില്ല. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് കേൾക്കാൻ അറിയാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് മാധ്യമങ്ങൾ വളരെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ കൊണ്ട് മറച്ചൊന്ന് ചിന്തിക്കാൻ ഇവർ നമ്മളെ സമ്മതിക്കുന്നില്ല മാധ്യമങ്ങൾ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ പറയുന്നതാണ് സത്യം എന്നത് നമ്മുടെ മൈൻഡിലേക്ക് കയറും. കാരണം ഇവർ ഓരോ 5 മിനിറ്റിലും 10 മിനിറ്റിലും വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇതിനെപ്പറ്റി. നമുക്ക് ഈ ഒരു ആരോപണത്തിനെ പറ്റി മറച്ചൊന്ന് ചിന്തിക്കാനുള്ള സമയം നമുക്ക് തരുന്നില്ല. നമ്മളിത് തന്നെയാണ് സത്യമെന്ന് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. എന്നാൽ മറച്ചൊന്നും നമ്മളെ ചിന്തിക്കാൻ വരെ മാധ്യമങ്ങൾ സമ്മതിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രഞ്ജി പണിക്കറുമായിട്ടുള്ള ഒരു ബൈറ്റ് ഉണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിന്തകളെ അതുപോലെ നമ്മുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവർ പറയുന്നത് മാത്രമാണെന്ന് ശരി എന്ന് ചിന്തിക്കാണ്ട് നമ്മുടേതായ രീതിയിൽ ശരി തെറ്റുകൾ നമ്മളും കൂടി ഒന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കാൻ.